പുതുതായി അധികാരത്തിൽ വന്ന വി.ഡി. സതീശൻ സർക്കാർ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചതാണ്. ഞങ്ങൾ ആ കാലത്ത് തന്നെ പറഞ്ഞിരുന്നു, PM ശ്രീ പദ്ധതി എന്തായാലും കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് PM ശ്രീ പദ്ധതി നടപ്പാക്കുക വഴി വലിയ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നത്. 4 വർഷം കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ LDF സർക്കാരിന് വീഴ്ച പറ്റി. അവസാനം അവര് PM ശ്രീ നടപ്പാക്കാൻ തീരുമാനിച്ചു. അന്ന് വലിയ ബഹളവുമായിട്ട് UDF രംഗത്ത് വന്ന് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, PM ശ്രീ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളെ സർക്കാർ വന്നാൽ, പണത്തിന്റെ പേര് പറഞ്ഞ് PM ശ്രീ നടപ്പാക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും UDF നേതൃത്വമാകെയും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. വി.ഡി. സതീശന്റെ പ്രസ്താവന കേട്ട് മുസ്ലിം ലീഗുകാരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, കേരളത്തിലെ ജനങ്ങളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളടക്കം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അറബിക്കടൽ പറ്റിപ്പോയി, അറബിക്കടലില്ല. ഈ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശന് അറിയാമായിരുന്നു. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത കർണാടകയിൽ PM ശ്രീ ഉണ്ട്. കോൺഗ്രസ് രാജസ്ഥാൻ ഭരിക്കുമ്പോൾ അവരാണ് ആദ്യം ഒപ്പുവെച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന്. ഇത് വലിയ അവസരമായിരുന്നു കുട്ടികൾക്ക്. നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സാധ്യതകൾ, കലാകായിക രംഗത്തെ പുതിയ അവസരങ്ങൾ, നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, കുട്ടികൾക്ക് നല്ല പോഷകാഹാരം, അങ്ങനെ സമഗ്രമായ ഒരു മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രീ പ്രൈമറി സ്കൂളുകൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരെയുള്ള കുട്ടികൾക്ക് ഒരു വളരെ പുരോഗമനപരമായിട്ടുള്ള, വളരെ അധികം ആശാവഹമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. വലിയ തോതിൽ സാമ്പത്തിക സഹായം സ്കൂളുകൾക്ക് ലഭിച്ചിരുന്നു. കളിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ, കായിക ഉപകരണങ്ങൾ വാങ്ങാൻ, കലാരംഗത്തെ മറ്റു ഉപകരണങ്ങൾക്ക് പ്രോത്സാഹനത്തിന്, പരിശീലനത്തിന്, നല്ല പോഷകാഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ, നല്ല അന്തരീക്ഷം, സ്മാർട്ട് ക്ലാസുകൾ, വൈവിധ്യവൽക്കരിക്കപ്പെട്ട സ്മാർട്ട് ക്ലാസുകൾ, നൈപുണ്യവൽക്കരണത്തിന്, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അനേകം പ്രോജക്റ്റുകൾ. ഏതാണ്ട് 1,80,000-ഓളം വരുന്ന ട്രൈബൽ കുട്ടികൾ കേരളത്തിൽ, നിങ്ങൾ ആലോചിക്കണം, പല പട്ടികവർഗ കോളനികളിലും താമസിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ വലിയ അവസരമാണ് നഷ്ടമായി. പട്ടികജാതി കുട്ടികൾക്ക്, കേരളത്തിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കഴിഞ്ഞ 4 വർഷമായി പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൊടും ചതിയാണ് LDF-ഉം UDF-ഉം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്തത്. അങ്ങേറ്റത്തെ വഞ്ചനയായിരുന്നു അവർ കാണിച്ചത്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞു, ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു പ്രോജക്ട് നിങ്ങൾ അലങ്കോലമാക്കരുത്, അതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ള സ്റ്റാൻഡാണ് BJP. ഇപ്പോ വി.ഡി. സതീശൻ പറയാണ് നേരത്തെ സർക്കാർ ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കും. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാദം ആരെങ്കിലും വിശ്വസിക്കുന്ന വാദമാണോ? കരിക്കുലത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ആരെ പറ്റിക്കാനാണ്? ഒരു പ്രാവശ്യം പറ്റിച്ച മതമൗലികവാദ സംഘടനകളെ, മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയെ, CPI പോലുള്ള അർബൻ നക്സൽ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരെ വീണ്ടും പറ്റിക്കണം. ആർക്കറിയാത്തത്? കരിക്കുലത്തിൽ ഒന്നും ഞങ്ങൾ സമ്മതിക്കരുത്. ചുമ്മാ പറയുന്നതാണ് വി.ഡി. സതീശൻ. ഇപ്പൊ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ കരിക്കുലത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം NCERT ആണ് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്.
SCRT കേരളത്തിന്റെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന SCRT എന്ത് എഴുതിക്കൊണ്ടുപോയാലും അത് പരിശോധിക്കാൻ അവിടെ NCERT-യുടെ പ്രതിനിധിയുണ്ട്. VD സതീശന് ഇത് അറിയാത്തതുകൊണ്ടാണോ? അറിയില്ല, ശംസുദ്ദീനോട് ചോദിക്കണം. കേരളത്തിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് മോണിറ്റർ ചെയ്യാൻ, അതില് കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഇടപെടാൻ സംവിധാനമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പാഠ്യപദ്ധതിയിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ല. കാരണം കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. അപ്പൊ VD സതീശൻ ഇപ്പൊ പിടിച്ചിരിക്കുന്നത് കരിക്കുലത്തിൽ ഞങ്ങൾ കേന്ദ്രത്തെ സമീപിക്കുന്നു. കരിക്കുലത്തിൽ എന്തായിരുന്നു കുഴപ്പം? കേരളം ഇപ്പോൾ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായിട്ട് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എല്ലാ ശാഖകളും പ്രവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും എല്ലാ അക്കാഡമിക് ഇയറും ഇവിടെ നടക്കുന്നുണ്ട്. ആ പരിശീലനത്തിന്റെയും ഹോംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇന്ത്യ പഠിക്കുന്നത് കേരളവും പഠിക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇന്ത്യ പഠിപ്പിക്കുന്നത് കേരളവും പഠിപ്പിക്കും. ഇത് കേരളമാണ്, ഞങ്ങൾ ഇത് നടപ്പാക്കില്ല എന്ന് പറയാനുള്ള അവകാശം ഇതുവഴി ശ്രീ VD സതീശന് ലഭിക്കുന്നില്ല. ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇന്ത്യ എന്താണോ പഠിക്കുന്നത് അത് കേരളവും പഠിക്കും, ഇന്ത്യ എന്താണോ പഠിപ്പിക്കുന്നത് അത് കേരളവും പഠിപ്പിക്കും. അല്ലാതെ ഞങ്ങളിവിടെ കരിക്കുലത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല. ഇതൊക്കെ വെറുതെയാണ്. കരിക്കുലത്തിൽ തെറ്റായ ഒരു കാര്യങ്ങളും NEP വിഭാവനം ചെയ്യുന്നില്ല. തെറ്റായ ഒരു ചരിത്രവും ഇവിടെ പഠിപ്പിക്കാൻ NEP തയ്യാറാവുന്നില്ല. ശാസ്ത്രത്തെയും സമൂഹത്തെയും ഇതുവരെ ഉണ്ടായിട്ടുള്ള അറിവുകളെ, പുതിയ അറിവുകൾ കണ്ടുപിടിക്കുകയായിരിക്കും. പക്ഷെ തെറ്റായ ഒരു കാര്യം NEP പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ വോട്ട് ബാങ്കിന് വേണ്ടി, ഇവിടുത്തെ മതമൗലികവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവര് കള്ളപ്രചാരണം നടത്തി. സത്യത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും നേരത്തെ തലയിൽ മുന്നിട്ട് പോയ ഒപ്പിട്ട് വന്ന ശ്രീ പിണറായി വിജയനും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. കേരളത്തിലെ രക്ഷിതാക്കളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. വലിയ അവസരങ്ങൾ നഷ്ടമായി. ആയിരക്കണക്കിന് കോടി രൂപ 4 വർഷം മുമ്പ് ലഭിക്കേണ്ടിയിരുന്ന പണം ഓരോ വിദ്യാലയത്തിനും ഒരു വർഷത്തെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി 1 കോടി രൂപ അധികം, ഇതെല്ലാം കേരളത്തിന് നഷ്ടമാക്കിയത് ഈ LDF-ന്റെയും UDF-ന്റെയും തലതിരിഞ്ഞ നയമാണ്, തെറ്റായ നയമാണ്. വോട്ട് ബാങ്കിന് വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ശോഭനമായ ഭാവിയുടെ കടക്കൽ കത്തിവെച്ചിരിക്കുകയാണ് UDF-ഉം LDF-ഉം.